ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബംഗാളിലുണ്ടായ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ബംഗാൾ വിഭജനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 1905 നമ്മുടെ ഈ ഒരു ബംഗാൾ വിഭജനം നടക്കുന്നത്. 1905 അന്നത്തെ ഇവിടെ ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാരിലെ കൈസൺ പ്രഭു ആണ് ഈ ഒരു ബംഗാൾ വിഭജനം നടത്തുന്നത്. അങ്ങനെ ജനുവരി 20 ഈ ഒരു ബംഗാൾ വിഭജനം വിഭജിക്കുകയും അങ്ങനെ പടിഞ്ഞാറൻ ബംഗാൾ, കിഴക്കൻ ബംഗാൾ അങ്ങനെ രണ്ട് രീതിയിലായിട്ട് കൈസൺ പ്രഭു ഈ ഒരു ബംഗാളിനെ വിഭജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയ സംസ്ഥാനം, അതായത് ഇന്നത്തെ ബംഗാൾ എന്ന് പറഞ്ഞ സംസ്ഥാനം ഒന്നും അല്ലായിരുന്നു അന്ന് വലിയൊരു പ്രദേശമായിരുന്നു ഈ ഒരു ബംഗാൾ എന്ന് പറഞ്ഞാൽ. അതിൽ ധാരാളം ഹിന്ദുക്കളും ധാരാളം മുസ്ലിങ്ങളൊക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ബംഗാളിനെ കിഴക്കൻ പടിഞ്ഞാറ് അതുപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ട് രീതിയിൽ ഇതാക്കണം, വേർതിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു അവിടെ ധാരാളം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബംഗാളിലാണ് ശരിക്കും ഒരു ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഭരണം സ്ഥാപിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഇവർക്ക് ദിവാനി അധികാരമൊക്കെ ലഭിച്ചത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ്. അപ്പൊ ഈ ബംഗാൾ ഇവർക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. പക്ഷെ ഈ ഒരു ബംഗാളില് ധാരാളം മുസ്ലിങ്ങളും ധാരാളം ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ഒരു ഐക്യത്തോടെയായിരുന്നു ആ ഒരു ബംഗാളിൽ ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഭരണത്തിന് വളരെയധികം തിരിച്ചടിയായി. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിപ്പിച്ച് അവരെല്ലാവരും ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇറങ്ങാണ്. അപ്പൊ അവര് നടത്തിയ ഒരു പരിപാടിയാണ് ഈ ഒരു വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ആ ഒരു സിദ്ധാന്തം. അതായത് ഹിന്ദുക്കളെ വേറെ രീതിയിൽ കാണുക, മുസ്ലിങ്ങളെ വേറെ രീതിയിൽ. അവർക്കിടയിൽ തന്നെ ഒരു വൈരാഗ്യം ഉണ്ടാക്കി തീർത്താൽ പിന്നീട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്നുള്ള അവരുടെ ആ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബംഗാൾ വിഭജനം നടക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞത് എന്താ വെച്ചാൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് ബംഗാൾ വിഭജിച്ചതെന്നാണ് ഓലെ ന്യായം. എന്നാൽ പിന്നീട് ഈ ഒരു കൈസർ പ്രഭു പല രീതിയിലും പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട്. പക്ഷെ ആ ഒരു പ്രസംഗങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രസംഗങ്ങളിലൊക്കെ ഏകദേശം അതിന്റെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ വർഗീയത പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലുള്ള സംഘർഷങ്ങളെ പറ്റി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ പ്രസംഗങ്ങളും അതിനെ പറ്റിയുള്ള കുറെ വാക്യങ്ങളൊക്കെ അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൈസൺ പ്രഭുവിനെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഏറ്റവും മോശപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബംഗാൾ വിഭജനമായിരുന്നു. അങ്ങനെ ഈ ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു കച്ചവടക്കാരായാലും സെമീന്ദാർമാരായാലും വിദ്യാർത്ഥികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ വക്കീലന്മാര്, അഭിഭാഷകരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും ഈ ഒരു സമരത്തിന് ഇറങ്ങാണ്. അതായത് ഈ ഒരു ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, കലാപങ്ങളൊക്കെ ബംഗാളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ഈ ബംഗാൾ വിഭജന വിരുദ്ധ പ്രസ്ഥാനം രൂപപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 1907 അതുപോലെ തന്നെ 1907 ഓഗസ്റ്റ് 7-നാണ് ഈ ഒരു ബംഗാൾ വിഭജന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1905 ജനുവരി 20 വരെ ബംഗാൾ വിഭജിക്കുന്നുണ്ട്. അങ്ങനെ 1907 ഓഗസ്റ്റ് 7-നാണ് നമ്മുടെ ഈ ഒരു ബംഗാൾ വിഭജന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോൺഗ്രസ് രണ്ട് പാർട്ടികളായിട്ട് ഭിന്നിച്ചിരുന്നു എന്നുള്ളത്. അതായത് മിതവാദികളും തീവ്രവാദികളും ആയിട്ട് ഭിന്നിച്ചിരുന്നു എന്ന്. എന്നാൽ പിന്നീട് ഈ ഒരു 1907 ഈ ഒരു ബംഗാൾ വിഭജന പ്രസ്ഥാനത്തിൽ ഈ ഒരു മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് മുന്നേറാണ്. കാരണം അവർ ഒന്നിച്ചുകൊണ്ട്, അതായത് നമുക്ക് ഈ ഒരു ആവശ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് നമുക്ക് ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വരികയാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ച് അതിനെതിരെ പോരാടാണ്. എന്നാലും ഈ ഒരു മിതവാദികളും തീവ്രവാദികളും അവരുടെ ഐഡിയോളജിക്ക് മാറ്റം വന്നിട്ടില്ല കേട്ടോ. അവരുടെ ഐഡിയോളജി മാറ്റം വന്നിട്ടില്ല. ഈ ഒരു ബ്രിട്ടീഷുകാരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പോരാട്ടമാണ് ചെയ്തത്. അപ്പൊ ഇതിൽ കുറെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ കൊൽക്കത്തയിലെ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു ബംഗാൾ വിഭജന വിരുദ്ധ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പിന്നെ ശരിക്ക് ഈ ഒരു ബംഗാൾ വിഭജനം നടത്തിയത് ജനുവരി 20-നാണെങ്കിലും പക്ഷെ അത് നിലവിൽ വന്നത് എന്നായിരുന്നു? ഒക്ടോബർ 16-നായിരുന്നു. അപ്പൊ ഈ ഒക്ടോബർ 16 നിലവിൽ വന്നതുകൊണ്ട് ആ ഒരു ഒക്ടോബർ 16-നെ ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കണം. മാത്രമല്ല ആ ഒരു ഒക്ടോബർ 16-ന് ഇവിടെ കൊൽക്കത്തയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കൊൽക്കത്തയിലാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കൊൽക്കത്തയിൽ അവിടെ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യണം. മാത്രമല്ല കുറെ ജനങ്ങൾ
നഗ്നപാതരായിട്ട് ഇങ്ങനെ ഗംഗാ നദിയിലേക്ക് വന്നിട്ട് അവിടെ എന്താക്കാണ് മുങ്ങി കുളിക്കുകയാണ്. അതായത് ഇതൊക്കെ ഒരു പ്രായശ്ചിത്തം, അവിടെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഓരോ രീതികളും അവര് പറയുന്നത്. അതായത് അവർക്ക് പല രീതിയിലുള്ള സമരമുറകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു ഗംഗാ നദിയിൽ വന്നുള്ള കുളി. അതുപോലെ തന്നെ ഈ ഒരു ഹർത്താല്, അങ്ങനത്തെ കുറെ രീതിയിലുള്ള സമരമുറകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് മാത്രമല്ല, ഒരു രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചൊരു ഒരു ഗാനം ഉണ്ടായിരുന്നു, അമർ സോനാർ ബംഗ്ല എന്ന് പറയണ്ടേ. അപ്പൊ ഇവരെല്ലാവരും കൂടി എന്തായി, ആ തെരുവിൽ വെച്ച് കണ്ട് ഈ ഒരു അമർ സോനാർ ബംഗ്ല എന്നുള്ള ആ ഒരു പദ്യം പാടാണ്. ഈ ഒരു അമർ സോനാർ ബംഗ്ലയാണ് പിന്നീട് എന്താക്കിയത്, ഈ ഒരു ബംഗ്ലാദേശിന്റെ ഒക്കെ ഒരു ആ, വലിയ ദേശീയ ഗാനമായിട്ടൊക്കെ മാറുന്നത്, ഈ ഒരു അമർ സോനാർ ബംഗ്ല ഒക്കെ. അങ്ങനെ പിന്നീട് ഈ ഒരു ഈ ഒരു ബംഗാൾ വിഭജനത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും എടുത്തു പറയേണ്ട പോയിന്റ് എന്താ വെച്ചാല്, ഈ ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്താണ് ഒരുമിച്ച് മുന്നേറി എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് രാഖി കെട്ടിക്കൊടുത്തു. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കും എന്താക്കി, രാഖി കെട്ടിക്കൊടുത്തു. രാഖി കെട്ടിക്കൊടുത്തു പറഞ്ഞാല് രാഖി എന്തിനാ കെട്ടുക? സ്വാഭാവികമായിട്ടും ഈ ഒരു സഹോദരന്മാരാണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈ ഒരു രാഖി കെട്ടുക. അപ്പോൾ ഒരു മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്തായി പരസ്പരം ആണ്ട് കെട്ടി രാഖി കെട്ടി കൊടുക്കണം. അപ്പൊ ഇത്തരത്തില് അവര് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നുണ്ടെങ്കിലും, പക്ഷെ ഈ ഒരു മുസ്ലിങ്ങളും ഹിന്ദുക്കളും ശരിക്കും എന്താണ് ഒന്നിക്കുകയാണ് ചെയ്തത്. അവർ ഒന്നിച്ചെന്തായി ഇതിനെ പോരാടുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയുള്ള നമുക്ക് ഈ ഒരു ബംഗാൾ വിഭജനത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ബംഗാൾ വിഭജനം എന്നാണ് നടന്നത്, ആരാണ് നടത്തിയത്, അതുപോലെ തന്നെ ഈ ഒരു ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ കുറെ വിപ്ലവങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള വിപ്ലവങ്ങളാണ് ഉണ്ടായത്, ആ വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ, അത് മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ എന്താക്കാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ അതിൽ ചോദിക്കാം. എല്ലാം നിങ്ങൾക്കത് ചെയ്യാം. ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള ഒരു വേദിയാണെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ താങ്ക് യു.